ഇന്നു തിരുസഭ മാതാവ് യേശു ക്രിസ്തുവിൻ്റെ ജ്ഞാനസ്നാനം തിരുനാൾ ആഘോഷിക്കുവാൻ നമ്മെ ക്ഷണിക്കുന്നു. ക്രിസ്തു മാമോദിസ സ്വീകരിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്നുണ്ടായ സ്വരം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന പിതാവിൻ്റെ സ്വരം നമ്മളെ എല്ലാവരും കേൾക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. ക്രിസ്തുവിനെ പോലെ ദൈവഹിതം നിറവേറ്റി ജീവിച്ചാൽ നമ്മളും യേശുവിനെ പോലെ പിതാവിൻ്റെ സ്വരം ശ്രവിക്കുന്നവരാകും. പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും നൽകി അയച്ചതുപോലെ നമ്മെ ഓരോരുത്തരെയും ദൈവം ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപകളും ക്രിസ്തുവിൻ്റെ പ്രസാദപരവും കൂദാശകൾ സ്വീകരിക്കാനുള്ള അനുഗ്രഹവും ഒക്കെ നൽകി അയച്ചിട്ടുണ്ട്. സമയാസമയങ്ങളിൽ നാം കൂദാശകൾ സ്വീകരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ അനുയായികളായി വളരുകയും പിതാവായ ദൈവത്തിന് പ്രിയപ്പെട്ട മക്കളായി മാറുകയും ചെയ്യും. നാം ഓരോരുത്തരും മാമോദിസ സ്വീകരിക്കുകയും സ്ഥൈര്യലേപനത്തിലൂടെ അത് സ്ഥിരീകരിക്കുകയും മറ്റു കൂദാശകൾ സ്വീകരിക്കുന്നതിലൂടെ ക്രിസ്തുവിൻ്റെ തന്നെ ആത്മാവും ഭോജനവും ഒക്കെ നാം ഭക്ഷിക്കുന്നതിലൂടെ ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയും അവിടുത്തെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുവാൻ വിളിക്കപ്പെടുന്നു. അങ്ങനെ ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ കൈനീട്ടി വാങ്ങി ക്രിസ്തുവിനെ പോലെ ജീവിക്കുവാനും വിശുദ്ധ സ്നാപക യോഹന്നാനെ പോലെ ഞാൻ യോഗ്യനല്ല ക്രിസ്തുവിൻ്റെ ചെരുപ്പിൻ്റെ വാർ അഴിക്കുവാൻ എന്ന് ചൊല്ലിയ വലിയ മനുഷ്യൻ്റെ മനസ്ഥിതി നമുക്കും ഉണ്ടാകുവാനും അങ്ങനെ പരസ്പരം എളിമയുള്ളവരായി ജീവിക്കുവാനും നമ്മെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിൻ്റെ മാമോദിസ തിരുനാളിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളിലും നമ്മൾ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഏവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.